نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് താക്കീത് ചെയ്തിട്ടുള്ള ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബിദ്അത്തുകൾ. അതിന്റെ അപകടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നു. ഇന്ന് ധാരാളം ആളുകൾ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ ഫിത്നയിലകപ്പെട്ട, ശുബ്ഹത്തിൽ, സംശയത്തിൽ അകപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം റബീഉൽ അവൽ 12 ആഘോഷിക്കുക എന്നുള്ളത്. ഏതൊരു അഭിപ്രായ വ്യത്യാസത്തിലും ദീനിന്റെ വിഷയത്തിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ നാം എടുക്കേണ്ട നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ ഉത്തമരായിട്ടുള്ള സഹാബികളുടെ അവരുടെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കുക. അബ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കുക ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന പുത്തനാചാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി ഉണ്ടാക്കപ്പെടുന്ന അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും പരിചയമില്ലാത്ത പുത്തനാചാരങ്ങൾ അത് ബിദ്അത്തുകളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാവിധ ബിദ്അത്തുകളും വഴികേടുമാണ്. സഹോദരങ്ങളെ, ഇന്ന് ധാരാളം ആളുകൾ അകപ്പെട്ടിരിക്കുന്ന വലിയൊരു ബിദ്അത്താണ്, വലിയൊരു ഫിത്നയാണ് നബിദിനം ആഘോഷിക്കുക എന്നുള്ളത്. അതിന്റെ ആളുകൾ, അതിന്റെ വക്താക്കൾ പലതരത്തിലുള്ള വ്യാജ തെളിവുകൾ നിർമ്മിച്ച് ആളുകളെ വീണ്ടും വീണ്ടും അതിന്റെ ശുഭത്തുകളിലേക്ക്, അതിന്റെ സംശയത്തിലേക്ക്, അതിന്റെ കുഴപ്പങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നു. ഉലമാക്കൾ പല രീതിയിൽ ആ നബിദിനം എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് റബീഉൽ അവൽ 12 എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ആഘോഷങ്ങൾ നടത്തുന്ന ആ രീതിയെ, ആ കാര്യത്തെ, അതിന്റെ നിരർത്ഥകത വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തേത് സഹോദരങ്ങളെ, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നു തന്നത് അത് നിങ്ങൾ മുറുകെ പിടിക്കുക, അത് നിങ്ങൾ സ്വീകരിക്കുക. എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിരോധിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഏതൊരു കർമ്മവും ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് പരിചയമില്ലാത്തതാണെങ്കിൽ അത് ഒഴിവാക്കണം എന്നതിനുള്ള ഖുർആനിൽ നിലനിൽക്കുന്ന തെളിവാണത്. അതുപോലെ തന്നെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഈ ദീനിൽ, ആ ദീനിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത, അതിലില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല,
സ്വഹാബികൾ കേട്ട് പരിചയമില്ല, അവർ അത് പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു പുത്തനാചാരമാണ് നബിദിനം എന്നുള്ളത്, നബിദിനം ആഘോഷിക്കുക എന്നുള്ളത്. ആ ദിവസത്തിന്റെ ആഘോഷത്തെ എന്ത് കർമ്മമാണെങ്കിലും എത്ര നല്ലതാണെന്ന് തോന്നിയതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുകൊണ്ട് തന്നെ അത് തള്ളപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് നബിദിനത്തിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ ശരീഅത്തിന്റെ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളാണ് ഈ കൂട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. അല്ലാഹു പഠിപ്പിക്കാത്ത, അല്ലാഹു ശർആക്കാത്ത ഒരു ദീന് അത് ആചരിക്കാൻ, അത് പഠിപ്പിക്കാൻ ഏതെങ്കിലും പങ്കുകാർ അവർക്കുണ്ടോ? അല്ലാഹു തആല ചോദിക്കുകയാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, മിനശ്ശിർകി വൽ ബിദ്അ, ശിർക്കും ബിദ്അത്തുമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലാഹു ഹലാലാക്കിയ കാര്യങ്ങൾ ഹറാമാക്കാനോ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഹലാലാക്കാനോ, അല്ലാഹുവിലേക്ക് സാമീപ്യം നേടാൻ അല്ലാഹു പഠിപ്പിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുക എന്നുള്ളത് അത് അല്ലാഹുവിന് പുറമെ ഒരു നിയമം ഉണ്ടാക്കുന്ന, അല്ലാഹുവിനെ ആരാധിക്കാൻ അല്ലാഹു പഠിപ്പിക്കാത്ത നിയമം ഉണ്ടാക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. അതുപോലെ സഹോദരങ്ങളെ, നബിദിനം ആഘോഷിക്കുന്നവർ അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉത്തരവാദിത്തം, അവിടുത്തെ ദീന് പൂർണ്ണമായി നമുക്ക് എത്തിച്ചു തന്നിട്ടില്ല, അതിൽ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ പറഞ്ഞ അല്ലാഹു തആല ഇറക്കിയ ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇദാ ഈ ദീന് പൂർത്തീകരിച്ചിട്ടുണ്ട്, തൃപ്തിപ്പെട്ട അല്ലാഹു തആല നമ്മുടെ നിഅമത്ത് നമുക്ക് പൂർത്തീകരിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖൈറും നമുക്ക് അറിയിക്കാതെ പോയിട്ടില്ല, ഒരു ശർറിനെ കുറിച്ചും താക്കീത് നൽകാതെ പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, മാ ബഅസ അല്ലാഹു മിൻ നബിയ്യിൻ ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി അയദുല്ല ഉമ്മതഹു അലാ ഖൈരി മാ യഅലമുഹു ലഹും. ഒരു നബിക്ക് മേലെ, ആ നബിയുടെ മേലെയുള്ള അവകാശമാണ്, ബാധ്യതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ള നന്മകൾ ആ ഉമ്മത്തിനെ അറിയിക്കുക എന്നുള്ളത്. വയുൻദിറുഹും ശർറ മാ യഅലമുഹു ലഹും, അതുപോലെ തന്നെ ആ നബിയെ അറിയിച്ചിട്ടുള്ള ഷർറുകൾ അത് ആ ഉമ്മത്തിനെ അറിയിക്കുക, അതിനെക്കുറിച്ച് താക്കീത് ചെയ്യുക എന്നുള്ളത് ആ നബിയുടെ മേലെയുള്ള ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടുള്ളതാണ് ഇത് എന്നാണ് വാദിക്കുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉത്തരവാദിത്തം പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ നിരർത്ഥകത, നബിദിനാഘോഷത്തിന്റെ നിരർത്ഥകത മനസ്സിലാക്കി തരുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ സമൂഹം എന്ന് എണ്ണി പറഞ്ഞിട്ടുള്ള ഒരു തലമുറയിലും ഇതുപോലൊരു കാര്യം ഉണ്ടായിട്ടില്ല, ഇതുപോലൊരു ആചാരം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി ثم الذين يلونهم ثم الذين يلونهم. ഏറ്റവും ഉത്തമമായിട്ടുള്ള സമൂഹം എന്റേതാണ്, പിന്നെ അതിന് ശേഷമുള്ളതാണ്, പിന്നെ അതിന് ശേഷമുള്ളതാണ്. അതെ, സ്വഹാബികൾക്ക് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, തബഉ താബിഈങ്ങൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ ഉലമാക്കൾക്ക് പരിചയമില്ല. അങ്ങനെ ഒരു കർമ്മം അതെങ്ങനെയാണ് ദീനുള്ളതാവുക? അതെങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുപ്പം നേടുന്നതാവുക? അതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം തെളിയിക്കുന്നതാവുക? ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണോ? അല്ലാഹുവിനോടുള്ള സ്നേഹത്തെ തെളിയിക്കുന്നവരാണോ? അല്ലാഹുവിലേക്കുള്ള സാമീപ്യം തേടുന്നവരാണോ? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു തആല പറയുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കുക, അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിലേക്ക് സാമീപ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഫത്തബിഊനി, എന്നെ പിൻപറ്റാൻ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ നബിയെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പിൻപറ്റിയാൽ അല്ലാഹു നിങ്ങളെ തിരിച്ചിഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ആ ആഘോഷത്തിന്റെ, നബിദിനാഘോഷത്തിന് യാതൊരു പ്രമാണമില്ല എന്ന് മാത്രമല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേരെ എതിരായിട്ടാണ് ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നത് എങ്കിൽ എത്രത്തോളം നിരർത്ഥകമായിട്ടുള്ള, എത്രത്തോളം അപകടകരമായിട്ടുള്ള കാര്യത്തിലേക്കാണ് അവർ മുന്നിട്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്, നസാറാക്കൾ
നസാറാക്കൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തിയതുപോലെ വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. നിങ്ങൾ ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ പരിധി വിട്ട് വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ ആക്കരുത്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലും എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, നബിദിനാഘോഷം അത് നസാറാക്കളുടെ ആഘോഷത്തിന് സാദൃശ്യപ്പെടുന്ന കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നബിദിനാഘോഷത്തിന്റെ മൗലിദുൻ നബി അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. മാ യുഹ്ദിസുഹു ബഅദുൻ നാസ് ഇമ്മാ മുബാഹാത്തുൻ ലിന്നസാറ ഫീ മീലാദി ഈസാ വഇമ്മാ മഹബ്ബത്തുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമൻ ലഹു. ചില ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം ഒന്നെങ്കിൽ നസാറാക്കൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് സാദൃശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്താൻ പുകഴ്ത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന മീലാദുൻ നബി മിൻ ഇത്തിഖാദി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ മഅ ഇഖ്തിലാഫിൻ നാസി ബി മൗലിദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നിരിക്കെ തന്നെ ഒരു ദിവസം അവർ തെരഞ്ഞെടുത്തുകൊണ്ട് അതൊരു ആഘോഷമാക്കി അവർ കൊണ്ടു നടക്കുന്നു. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫഇന്ന ഹാദാ ലം യഫ്അൽഹു സലഫ് മഅ ഖിയാമിൽ മുഖ്തദാ ലഹു വഅദമിൽ മാനിഅ. ഈ കാര്യം, ഈ നബിദിന ആഘോഷം മൗലിദുൻ നബി, ആ ആഘോഷം സലഫുകൾ ചെയ്തിട്ടില്ല, മുൻഗാമികൾ പ്രവർത്തിച്ചിട്ടില്ല. അവർക്കത് ചെയ്യാനുള്ള ആവശ്യകത ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാമായിരുന്നു. അത് തടയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം തടയുന്നതിന് വേറൊരു കാരണവുമില്ല. എന്നിട്ട് പോലും അവരത് ചെയ്തിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമാണെങ്കിൽ എന്നിട്ട് പോലും അവർ ചെയ്തിട്ടില്ല. എന്നിട്ട് പറയാണ്, വലൗ കാന ഖൈറൻ, അതെങ്ങാനും നന്മയായിരുന്നെങ്കിൽ, ഖൈറൻ മഹ്ബൻ ഔ റാജിഹൻ, അത് നന്മയായിരുന്നെങ്കിൽ, അത് പ്രബലമായ ഒരു അഭിപ്രായമായിരുന്നെങ്കിൽ, കാന സലഫു അഹഖു ബിഹി മിന്നാ, സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ അവരിത് ആദ്യം ചെയ്യുമായിരുന്നു. അതേ സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ദീനിൽ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടറിവ് പോലുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിദിനം ആഘോഷിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ ഇതിനെക്കുറിച്ച് ഒരറിവ് പോലും അവർക്കുണ്ടായിട്ടില്ല. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിച്ചത്. സ്വന്തം ജീവനേക്കാളും, സ്വന്തം സ്വത്തിനേക്കാളും, സ്വന്തം മക്കളെക്കാളും, സ്വന്തം മാതാപിതാക്കളെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ആ സ്വഹാബികൾക്കോ അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള താബിഈങ്ങൾക്കോ തബിഈങ്ങൾക്കോ കേട്ടറിവ് പോലും ഇല്ലാത്ത ഒരു കർമ്മം അതെങ്ങനെയാണ് ഇബാദത്തായി ദീനിൽ സ്ഥിരപ്പെടുക? അങ്ങനെ ഒന്നും ഉണ്ടാകണമായിരുന്നെങ്കിൽ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാകുമായിരുന്നെങ്കിൽ, അത് നല്ല ഒരു കർമ്മമാകുമായിരുന്നെങ്കിൽ അവരതിന് മുന്നിടുമായിരുന്നു. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാൻ, ഫഇന്നഹും കാനൂ അശദ്ദ മഹബ്ബതൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതഅദീമൻ ലഹു മിന്നാ, അവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മേക്കാൾ സ്നേഹിച്ചവർ, നമ്മേക്കാൾ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നവർ. വഹും അലൽ ഖൈർ അഹ്റസ്, അവർ നന്മയിലേക്ക് ഏറ്റവും താല്പര്യപ്പെട്ടവരായിരുന്നു. അവരാണ് നന്മയിലേക്ക് മുൻഗണനവർ. വഇന്നമാ കാനത് മഹബ്ബതുഹു വതഅദീമുഹു ഫീ മുതാബഅതിഹി വതാഅതിഹി വഇത്തിബാഇ അംരിഹി വഇഹ്യാഇ സുന്നതിഹി ളാഹിറൻ വബാതിനൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലും അനുസരിക്കലും കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുകയും സുന്നത്തിനെ ജീവിപ്പിക്കലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അതുകൊണ്ട് സഹോദരങ്ങളെ, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, അവർക്ക് ആവശ്യമുണ്ടായിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അവർ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, അത് ആ പാത പിൻപറ്റുന്ന സഹാബികളുടെ പാത പിൻപറ്റുന്ന, അവർ പോയിട്ടുള്ള സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്, ഒരു മുസ്ലിം സമൂഹത്തിന് ആവശ്യമില്ലാത്തതാണ്. സഹോദരങ്ങളെ, ഒരു തെളിവ് പോലും നമുക്കതിൽ ലഭിക്കില്ല. ഇമാം ശൗക്കാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, لم أجد إلى الآن دليلا يدل على ثبوته من كتاب والسنة ولا إجماع ولا قياس ولا استدلال. ഞാൻ ഇന്നേ വരെ
ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ, അദ്ദേഹം പറയാണ് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഈ ഉലമാക്കളുടെ ഇജ്മാഇൽ നിന്നോ ഖിയാസിൽ നിന്നോ മറ്റേതെങ്കിലും ഒരു തെളിവിൽ നിന്നോ നബിദിനാഘോഷം എന്നുള്ള ഈ കാര്യത്തിനുള്ള സ്ഥിരപ്പെടുത്തുന്ന ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല. ബൽ അജ്മഅൽ മുസ്ലിമൂന അന്നഹു ലം യൂജദ് ഫീ അസ്രി ഖൈറിൽ ഖർനി വലല്ലദീന യലൂനഹും. എന്നാൽ മുസ്ലിമീങ്ങളെല്ലാം ഇത് ആഘോഷിക്കുന്നവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മുൻഗാമികളിൽ സ്വഹാബികളിലോ താബിഈങ്ങളിലോ ഈ കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ആരാണ് തുടങ്ങിയത്? ഹിജ്റ 4-ാം നൂറ്റാണ്ടിന് ശേഷം, അതിനുശേഷം റാഫിളുകളായിട്ടുള്ള ഇസ്ലാമിന്റെ അകത്തുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള റാഫിളുകളിൽപ്പെട്ട ഉബൈദിയാക്കൾ അവർ ആരംഭിച്ച ഒരാഘോഷമായിരുന്നു നബിദിനാഘോഷം എന്നുള്ളത്. അത് പിന്നീട് ഇസ്ലാമി ലോകത്തിലേക്ക് വ്യാപിച്ചു കയറിയതാണ്. അതിന് യാതൊരു പ്രമാണവുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനോട് യോജിക്കുക എന്നുള്ളത്, അതിനോട് ഒപ്പം നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, സഹാബികളുടെ പാത പിൻപറ്റുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. ഇനി സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നബിദിനാഘോഷം എന്നതിന്റെ പേരിൽ എന്തെല്ലാം തിന്മകളാണ് നമ്മുടെ നാടുകളിൽ നടമാടുന്നത്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുക എന്ന പേരിൽ പാട്ടും കൂത്തുമായി ആടി തകർത്തുകൊണ്ട് റോട്ടിലൂടെ മുസ്ലിം ചെറുപ്പക്കാർ ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ അറബി വേഷം ധരിച്ച് ഒട്ടകപ്പുറത്ത് കയറ്റി ഇത് നബിയോടുള്ള സ്നേഹമാണെന്ന് പറയുക. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ സ്ത്രീ പുരുഷ കൂടിക്കലരുകളും അതുപോലെ തന്നെ ഹറാമായ രീതിയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രാർത്ഥിക്കുന്ന മൗലീദിന്റെ വരികൾ പാരായണം ചെയ്തുകൊണ്ട് അത് ആഘോഷമാക്കി ഒരു മുസ്ലിമിന് ചെയ്യാൻ സാധിക്കുക? ഇല്ല. ഇതൊരു ഇസ്ലാമിന്റെ അടയാളമല്ല, ഇതൊരു മുസ്ലിം ചെയ്യേണ്ട കാര്യമല്ല, ഒരു മുസ്ലിം അകന്നു നിൽക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ വേണം, സ്വഹാബികൾ എങ്ങനെയാണോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് അതുപോലെയായിരിക്കണം നാം അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ, അള്ളാഹുവിലേക്ക് അടുപ്പം നേടിത്തരുന്നതിൽ റബീഉൽ അവ്വൽ 12-ന് ഒരാഘോഷം ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. അത് ബിദ്അത്താണ്, അത് വലിയ അപകടമാണ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് തഖുല്ലാഹ്. സഹോദരങ്ങളെ, ഒരിക്കൽ ഇമാം ദാരിൽ ഹിജ്റ അൽ ഇമാം മാലിക് റഹിമഹുള്ളയുടെ അടുക്കൽ ഒരാൾ ഉംറക്ക് നിർവഹിക്കാൻ ഇഹ്റാം കെട്ടുന്നത്, ദുൽഹുലൈഫയിലാണ് മദീനയിൽ നിന്ന് പോകുന്ന ആളുകൾ ഇഹ്റാം കെട്ടുക. എന്നാൽ അവിടെ വെച്ചല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്, കുറച്ചുകൂടി മുൻപിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ അവിടുത്തെ ഖബറിന് അടുക്കൽ വെച്ചുകൊണ്ട് ഞാൻ ഇഹ്റാം കെട്ടട്ടെ എന്ന് വന്ന് ചോദിച്ചു. അപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്. ഫഇന്നി അഖ്ശാ അലൈക്കൽ ഫിത്ന, നിനക്ക് ഫിത്ന ബാധിക്കുമെന്ന്, നിനക്ക് കുഴപ്പം ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ വ്യക്തി തിരിച്ച് ഇമാം മാലിക് റഹിമഹുള്ളയോട് ചോദിച്ചു, വഅയ്യ ഫിത്നത്തിൻ ഫി ഹാദാ, ഇതിലെന്ത് കുഴപ്പമുണ്ടാവാനാണ്, ഇതിലെന്ത് പ്രശ്നം ഉണ്ടാവാനാണ്? ഇന്നമാ ഹിയ അംയാലുൻ അസീദുഹാ, ഞാൻ കുറച്ചുകൂടി ദൂരം മുമ്പേ അത് ചെയ്തു എന്നല്ലേ ഉള്ളൂ, കുറച്ചുകൂടി നല്ലതായിട്ടുള്ള ഒരു കാര്യമായിട്ട് ചെയ്തു എന്നല്ലേ ചോദിച്ചു. അതെ, എല്ലാ ആളുകളും ബിദ്അത്തിന്റെ ആളുകൾക്ക് പൊതുവായിട്ടുള്ള ഒരു വാദമാണ്, ഇതിനിപ്പോ എന്താ ഇത്ര വലിയ കുഴപ്പം, ഇതൊരു നന്മയല്ലേ, ഇത് നല്ലതല്ലേ, അത്രയല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞ വാക്കുകൾ നാം ശ്രദ്ധിക്കണം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅയ്യു ഫിത്നത്തിൻ നഅമു മിൻ അൻ തറാ അന്നക ഖദ് സബഖത ഇലാ ഫളീലത്തിൻ ഖസ്സറ അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിർണയിച്ച പരിധിയെ വിട്ടുകൊണ്ട് ഒരു ശ്രേഷ്ഠതയാണ്, ഒരു നന്മയാണ് എന്ന കാര്യത്തിലേക്ക് നീ മുന്നിടുന്നതിനേക്കാൾ വലിയ ഫിത്ന എന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിർത്തിയതിനേക്കാൾ ഒരു അടി നീ മുന്നോട്ട് വെക്കുക എന്നുള്ളതിനേക്കാൾ വലിയ ഫിത്ന എന്താണുള്ളത്? എന്നിട്ട് പറഞ്ഞു, ഇന്നി സമിഅതു അല്ലാഹു യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളോട് എതിരാകുന്നവർ അവർ സൂക്ഷിക്കട്ടെ, അവർക്കൊരു ഫിത്ന ബാധിക്കുന്നത് അല്ലെങ്കിൽ വേദനയേറെ ശിക്ഷ ബാധിക്കുന്നത് അവർ സൂക്ഷിക്കട്ടെ.
സൂക്ഷിക്കട്ടെ. അതേ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിടത്ത് നിൽക്കുക, അതിൽ കൂടാനും പാടില്ല, അതുപോലെ തന്നെ അതിൽ അലംഭാവം വരുത്താനും പാടില്ല. ആ പരിധിയിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം. നമ്മുടെ ബുദ്ധിക്ക് നന്മയായി തോന്നിയാലും അത് ശരിയായി തോന്നിയാലും ഏറ്റവും വലിയ സത്യവും ശരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിർത്തി എന്നുള്ളതാണ്. അതൊരു വാക്കിലാണെങ്കിലും ഒരു പ്രവർത്തനത്തിലാണെങ്കിലും ഒരു ചെറിയ ദൂരത്തിലാണെങ്കിലും അതാണ് യഥാർത്ഥ ഹക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, പഠിപ്പിച്ചു തരാത്ത, സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത, പഠിപ്പിച്ചു തരാത്ത, താബിഈങ്ങൾക്കോ താബിഈങ്ങൾക്കോ മദ്ഹബിന്റെ ഇമാമിങ്ങളായിട്ടുള്ള ശ്രേഷ്ഠരായ ഉലമാക്കൾക്കോ പരിചയമില്ലാത്ത ഇങ്ങനെ ഒരു കർമ്മം അത് ദീനിലില്ലാത്ത പുത്തനാചാരമായിട്ടുള്ള ബിദ്അത്താണ്. അത് ചെയ്താൽ അതിന്റെ അപകടം വളരെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ശിക്ഷയെ ഭയപ്പെടേണ്ട, അവന്റെ ദീനിൽ പല ഫിത്നയിൽ അകപ്പെടുന്ന ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തെ, ആ പുത്തനാചാരത്തിൽ നിന്ന് നാം അകന്നു നിൽക്കുക, ആ ബിദ്അത്തിനെ വെളിവാക്കുക, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സുന്നത്തിലായിക്കൊണ്ട് നിലനിൽക്കാനും സുന്നത്തുകൾ പാലിച്ച് ഇബാദത്തുകൾ നിർവഹിക്കാനും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.